സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളുമെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ലീഹന്മാരുടെ ഓർമ്മ ആചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടരും.
സതതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവെഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും.
സഹോദരനെ, നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കുകയും നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ദീർഘനാൾ ജീവിച്ചിരിക്കുവാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി കള്ളസാക്ഷ്യം നൽകരുത്, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത്, അവന്റെ ഭവനത്തെയോ വയലിനെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവന്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. ഈ വചനങ്ങൾ കർത്താവ് മലയിൽ അഗ്നിയുടെയും മേഘത്തിന്റെയും കനത്ത അന്ധകാരത്തിന്റെയും മധ്യ നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിങ്ങളുടെ സമൂഹം മുഴുവനോടുമായി അരുളി ചെയ്തു. അവിടുന്ന് ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. അവിടുന്ന് 2 കൽപ്പലകളിൽ ഇവയെല്ലാം എഴുതി എന്നെ ഏൽപ്പിച്ചു. പർവ്വതം കത്തിയെറിഞ്ഞുകൊണ്ടിരിക്കെ അന്ധകാരത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സ്വരം കേട്ട് നിങ്ങൾ എല്ലാ ഗോത്രത്തലവന്മാരും ശ്രേഷ്ഠന്മാരും എന്റെ അടുത്തിൽ വന്നു. നിങ്ങൾ പറഞ്ഞു, ഇതാ ദൈവമായ കർത്താവ്, എന്റെ പ്രതാപവും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ സ്വരവും ഞങ്ങൾ കേട്ടു. ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും അവൻ ജീവനോട് കൂടി തന്നെ ഇരിക്കുന്നത് എന്ന് ഞങ്ങൾ കണ്ടു. കൊറിന്തോസിലെ സഭയ്ക്ക് 2-ാം ലേഖനത്തിലുള്ള വായന. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടുവാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യുവാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യുവാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണവർ. ഞങ്ങൾ അതിൽ കിടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല. ദൈവം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ആ പരിധിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കുവാൻ ഉദ്യമിക്കുകയുമില്ല. ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവ്വപരി വികസിക്കുന്നതിനാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസയരും ജെറൂസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി.
അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഊട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസയരും നിയമജ്ഞരും അവരോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നതെന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദൂഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണെന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ സീസണിലെ പൊതുവായ 2 വാക്കുകളാണ് മാസ്ക്, അതോടൊപ്പം തന്നെ സാനിറ്റൈസർ. മാസ്ക് പലതരത്തിൽ വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾ ഒരുപാട് പേർ നിങ്ങളുടെ ഹോസ്പിറ്റലുകളൊക്കെ മാസ്കുകൾ വെച്ച് ജോലി ചെയ്യുന്നവരുമാണ്. എനിക്കും പാഡിയച്ചനും ഒരു ആൻറ്റി കുറച്ച് മാസ്കുകൾ അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു പാക്കറ്റ് 50 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് ഞങ്ങൾ വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. എപ്പോഴാണ് അത് ധരിക്കണമെന്ന് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് ധരിക്കാൻ വേണ്ടി ആ സമയത്തിന് കിട്ടാതെ പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങളത് വാങ്ങിച്ച് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വാക്കാണ് സാനിറ്റൈസർ. നമ്മളിങ്ങ് പള്ളിയിലേക്ക് കയറി വരുമ്പോഴും അതോടൊപ്പം തന്നെ തിരിച്ചു പോകുമ്പോഴുമൊക്കെ അത് സാനിറ്റൈസിങ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതും പോകുന്നതും. വൈദികരും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ 2-3 പ്രാവശ്യം സാനിറ്റൈസിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണുന്നതാണ്. ഇപ്പോഴും നമ്മുടെ അൽത്താരയിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷം ഈ 2 വാക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാത്തതിനെക്കുറിച്ച് നിശിതമായി വിമർശിക്കുന്ന ഫരിസയരെയും നിയമജ്ഞരെയുമാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ കണ്ടുമുട്ടുക. അപ്പോൾ യേശു ഇതിന് മറുപടിയായി അവരോട് പറയുന്നത്, കപടനാട്യക്കാരായ യഹൂദരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതമെന്നാണ്. മാസ്ക് ഒരു തരത്തിൽ മുഖംമൂടിയാണ്. മുഖം മൂടുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒന്നാണ് മാസ്ക്. അങ്ങനെ ഈ 2 ആശയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ സുവിശേഷം മുന്നോട്ട് പോകുക. ശിഷ്യന്മാരാണ് യഥാർത്ഥത്തിൽ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചത്. പക്ഷേ കുറ്റപ്പെടുത്തുന്നത് ക്രിസ്തുവിനെയാണ്. ശിഷ്യന്മാർ ചെയ്യുന്ന ഒരു ചെറിയ അരുതായ്മ, അതിനെ കുറ്റപ്പെടുത്തുന്നത് ദൈവം തന്നെയായ ക്രിസ്തുവിനെയാണ്. ഒരുപാട് നന്മകൾ ചെയ്തവനാണ് ക്രിസ്തു.
ആ ദിവസങ്ങളിലൊക്കെ രോഗികളെ സുഖപ്പെടുത്തിയും കുടർക്ക് കാഴ്ച നൽകിയും ചെവി കേൾക്കാത്തവർക്ക് കേൾവി നൽകിയുമൊക്കെ ജെറൂസലമിൻ്റെ തെരുവീഥികളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദൈവപുത്രനെയാണ് ഫരിസേയർ നിശ്ചിതമായി ചോദ്യം ചെയ്യുന്നത്. ഒരുപാട് നന്മകളുണ്ടായിട്ടും ഒരു ചെറിയ വീഴ്ച വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന ഫരിസേയരെ കുറിച്ചാണ് യേശു പിന്നീട് അവരുടെ കപടനാട്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് കൈ കഴുകാത്തത് എന്ന് ഫരിസേയർ ചോദിക്കുമ്പോൾ അതിന് ക്രിസ്തു അതിനുള്ള ഉത്തരമല്ല കൊടുക്കുന്നത്. സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. ചോദിക്കുന്ന ചോദ്യത്തിനല്ല പലപ്പോഴും കൗശലക്കാരനായ അല്ലെങ്കിൽ ബുദ്ധിമാനായ ക്രിസ്തു മറുപടി പറയാറുള്ളത്. അത് വളരെ വിദഗ്ധമായി അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ചുള്ള മറുപടിയിലൂടെ അവരെയും കെണിയിലാക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ് അവൻ കൊടുത്തിരുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ യേശു അവരുടെ തന്നെ കുറ്റങ്ങളെ കുറിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾ മാതാവിനെയും പിതാവിനെയും നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും അത് ഞങ്ങൾ നേർച്ചയിട്ടു അല്ലെങ്കിൽ വഴിപാടായി ഞങ്ങളത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞ് അവരുടെ തന്നെ കുറ്റത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ക്രിസ്തു. പലപ്പോഴും ദൈവം തന്നെയായ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോഴും അതിലും കുറ്റങ്ങൾ കണ്ടെത്തുന്ന ഫരിസേയരെയാണ് നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുക. നന്മകൾക്ക് ഒരുപാട് ചെയ്താലും പലപ്പോഴും അതിലൊരു കുറ്റം വന്നാൽ പെട്ടെന്ന് വിമർശിക്കുന്ന ഒരു ചെറിയ വിഭാഗം എല്ലാ സമൂഹത്തിലുമുണ്ട്. കുറ്റം കണ്ടെത്തുക എളുപ്പമാണ്. പലപ്പോഴും പലതരത്തിലുള്ള കുറ്റങ്ങളുള്ള ബലഹീനതകളുള്ള ഒരുപാട് മനുഷ്യർ തന്നെയാണ് എല്ലാ സമൂഹത്തിലുമുള്ളത്. എപ്പോഴും നന്മകൾ കാണണമെന്ന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൽ സന്ദേശമായി നൽകുന്നു. ഒരുപാട് ആചാരങ്ങളും ബാഹ്യമായിട്ടുള്ള മോടികളും ഒന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് പാരമ്പര്യങ്ങൾ എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. യഹൂദരിലും അതോടൊപ്പം തന്നെ എല്ലാ സമൂഹങ്ങളിലും അവരവരുടേതായിട്ടുള്ള നല്ലതും മോശവുമായിട്ടുള്ള പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ നിലനിർത്തുന്നത്. നമുക്കും ക്രൈസ്തവമായിട്ടുള്ള നല്ല നല്ല പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളിലാണ് നമ്മളിപ്പോഴും കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അർത്ഥമില്ലാത്ത ചില പാരമ്പര്യങ്ങളും ആചാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് ഉപയുക്തമല്ല എന്ന് പറഞ്ഞാണ് ക്രിസ്തു ഫരിസേയരെ വിമർശിക്കുന്നത്. പലപ്പോഴും ഹൃദയമില്ലാത്ത അർത്ഥമില്ലാത്ത പല ആചാരങ്ങളും പാരമ്പര്യങ്ങളും തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി അതിൽ നിന്ന് പഠിക്കണമെന്ന് യേശുനാഥൻ കൃത്യമായി നമ്മളോട് പറഞ്ഞു പോകുന്നു. ഞാൻ പലപ്പോഴും അവധിക്ക് പോകുമ്പോൾ തൃശ്ശൂർ അതിരൂപതയിലുള്ള ഹോം ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സന്ദർശിക്കാറുണ്ട്. അവിടെ പ്രായമായിട്ടുള്ളവരാണ് കൂടുതൽ. അവിടെ ഭിന്നശേഷിയുള്ള വ്യക്തികളുമുണ്ട്. ഏകദേശം 80ഓളം പേർ അവിടെ ഉണ്ട്. അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായി നോക്കാൻ സാധിക്കാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മുമ്പിലായി ഒരു വളരെ കോസ്റ്റ്ലി ആയ ഒരു ബെൻസ് കാറ് കിടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു പയ്യൻ സീറ്റൊക്കെ വലിച്ചിട്ട് പാട്ടൊക്കെ കേട്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അകത്തേക്ക് വന്നുകൂടെ? നല്ല വെയിലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഡാഡി അകത്തുണ്ട്. അപ്പം ഞാൻ പിടിച്ചു വന്നപ്പോൾ അവൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അവൻ്റെ അപ്പൻ ഡോക്ടറാണ്. ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കിടക്കുന്ന വൃദ്ധനായ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇവിടെ ഞാനും കൂടെ കേൾക്കലെയാണ് പറയുന്നത്.
നമുക്കൊരു ഫ്രിഡ്ജ് വേണം. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ 2 ഫാൻ ഈ മുറിയിൽ വേണം. മറ്റു മുറികളിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ മുറിയിൽ ഒരു AC ഫിറ്റ് ചെയ്താൽ വളരെ നല്ലതാണ്. ഇതൊക്കെ കൊടുക്കാൻ നിൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ പിന്നീട് നീ അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അയച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ അതൊക്കെ ഫിറ്റ് ചെയ്തോളും. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ അവിടെയുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടൻ കുറേ നാളുകളായില്ലേ നമ്മുടെ ഇവിടെ ആയിട്ട്, ഇപ്പോഴാണോ മോനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അപ്പോൾ ആ മുറിയിലുള്ള മനുഷ്യൻ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും. പക്ഷെ എൻ്റെ മോൻ എൻ്റെ അടുത്തുണ്ടല്ലോ, എൻ്റെ മോൻ കുറച്ച് കഴിഞ്ഞാൽ ഈ മുറിയിലേക്ക് വരും. എൻ്റെ മോനോട് അപ്പൻ പറഞ്ഞു കൊടുത്തു, നിൻ്റെ മോൻ കാറോടിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, അവൻ പുറത്ത് കാത്ത് കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. ആ പുറത്ത് കാത്ത് കിടക്കുന്ന മകൻ ഈ അപ്പനെ ഇവിടെ തന്നെ കൊണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവൻ്റെയും ഗതി അതുതന്നെയാണ്. അതുകൊണ്ട് ഇനി ഇവൻ വരുമ്പോൾ ഇവിടെ സൗകര്യങ്ങളുണ്ടാകണം. അമേരിക്കയിലുള്ള തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ, ഒരു AC-യും 2 ഫാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മുറിയിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ മകൻ ഇവനെവിടെ കൊണ്ടാക്കുമ്പോൾ ഇവന് വിഷമമുണ്ടാകില്ല. അമേരിക്കയിലെ അതേ കാലാവസ്ഥ തന്നെ ഇവിടെ കിട്ടും. പലപ്പോഴും ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണിത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ പാഠമാണ് ആ മനുഷ്യൻ അവിടെ വരച്ചു കൊടുത്തത്. ഹൃദയങ്ങൾ കാണുന്ന കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്, നിൻ്റെ ജീവിതത്തിലെ ചില പാരമ്പര്യങ്ങളും ചില ആചാരങ്ങളും ഒക്കെ ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിലും അത് നെഗറ്റീവായി ബാധിക്കാമെന്ന് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ള മനുഷ്യരോട് പെരുമാറുന്നത് അതനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടുമൊക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ച് തന്നെയാണ് നിൻ്റെ ജീവിതത്തിലും അതിൻ്റെ തിരിച്ചടികൾ ഉണ്ടാകുകയെന്ന് ഈ മനുഷ്യൻ അറിയാതെ പറഞ്ഞു പോവുകയായിരുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് കർത്താവ് തന്നെ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ഘടകമാണ്. നിന്നെ വളർത്തി വലുതാക്കി നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും ക്ഷമകളുമൊക്കെ പഠിപ്പിച്ച് നിന്നെ ഈ നിലയിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളുടെ സഹനങ്ങളും ത്യാഗങ്ങളും കൊണ്ടാണ് എന്ന് പലപ്പോഴും മറന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മാതാപിതാക്കളുടെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും സുരക്ഷിതത്വങ്ങളും ഉണ്ടാകുന്നതെന്ന് പലപ്പോഴും മറന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ. രണ്ടാമതായി നമ്മൾ കാണുന്നത് ദൈവത്തെ തിരുത്തുന്ന ഫരിസയരെ കുറിച്ചാണ്. പലപ്പോഴും ദൈവം ഒരുപാട് നന്മകൾ അവിടെ ചെയ്ത് ദൈവപുത്രനായി അവിടെ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ദൈവപുത്രനെ പോലും തിരുത്തുന്ന ഫരിസയരുടെ ഒരു മനോഭാവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നന്മകൾ കാണാതെ കുറ്റം മാത്രം കാണുമ്പോൾ ഉണ്ടാകുന്നത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ ദൂരമാണ്. രക്ഷ തന്നെ തട്ടിത്തെറിപ്പിക്കുന്ന തരത്തിൽ നന്മകൾ കാണാതെ എപ്പോഴും ന്യൂനതകൾ കണ്ടുകൊണ്ട് അവർ നിശിതമായി വിമർശിക്കുമ്പോൾ ഫരിസയരെ ക്രിസ്തു വിളിക്കുന്നത് കപടനാട്യക്കാരെ എന്നാണ്. കപടനാട്യക്കാരെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് നമുക്കറിയാം, ഹിപ്പോക്രിറ്റ്സ്. അങ്ങനെയുള്ള മനുഷ്യരുടെ വാക്കുകൾ ഒരിക്കലും ബന്ധമുള്ളതല്ല, പരസ്പരം ബന്ധമുള്ളതല്ല എന്നാണ് ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. ഹിപ്പോക്രിസ്തോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അഭിനയിക്കുന്നവനെന്നാണ്. പലപ്പോഴും നന്മകളുണ്ടെന്ന് അഭിനയിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആത്മാർത്ഥതയൊന്നുമില്ലാതെ അഭിനയിക്കുന്ന വ്യക്തികൾ, മമ്മൂട്ടിയും മോഹൻലാലും അതോടൊപ്പം തന്നെ പല നടന്മാരുമൊക്കെ അഭിനയിക്കുന്നത് പോലെ അഭിനയിക്കുന്ന ചില മനുഷ്യർ. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവാണ് മനസ്സിലാക്കുന്നത്. സാധാരണ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പലതരത്തിലും നമുക്ക് നടക്കാൻ സാധിക്കും. പക്ഷേ
നിന്റെ ഹൃദയത്തിൻ്റെ ഇരുട്ടറകളും ഉള്ളറകളുമൊക്കെ തിരിച്ചറിയുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ എന്തുമാത്രം വിശുദ്ധി നിറഞ്ഞവനാണ് എന്നതിനെ ആശ്രയിച്ചാണ് നിന്റെ രക്ഷ നിന്റെ മുമ്പിലായിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ നെരുപ്പോടുകളിൽ ഉഴലുമ്പോഴും നീ എന്തുമാത്രം ത്യാഗത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിന്റെ സഹനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് നിന്റെ ജീവിതത്തിൻ്റെ രക്ഷയുണ്ടാകുന്നത്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന താത്വിക ചിന്തകൻ പറഞ്ഞു പോകുന്നുണ്ട്, സത്യമെന്ന് പറയുന്നത് അകവും പുറവും ഒരുപോലെയാകുമ്പോഴാണ്. നിന്റെ ഉള്ളിൻ്റെ ഉള്ളും പുറമേയുള്ള പ്രവൃത്തികളും ഒരുപോലെയാകുന്നതാണ് സത്യം. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആത്മാർത്ഥമായിട്ടുള്ള സത്യം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് യേശുവിൻ്റെ കൃപയും അനുഗ്രഹവും സ്വീകരിക്കുന്നവർ എന്ന് യേശു നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ജീവിതത്തിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരുപാട് മനുഷ്യർക്കൊന്നും ഒരുപാട് ഇടപെടലുകൾ നടത്താൻ സാധിക്കില്ല. ഒരുപാട് സിസ്റ്റംസൊക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഹൃദയത്തെ പ്രവേശിക്കണമെന്നില്ല. ഹൃദയത്തിൽ ഒരു പരിവർത്തനം വരുത്തണമെന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം തുറന്നു വെച്ച് എന്നെ പരിവർത്തനപ്പെടുത്തണമേ എന്നും നിർമ്മലമായ ഹൃദയം തന്ന് നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയെടുത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിന്റെ പങ്കാളികളാവാനുള്ള സർവൻസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ അടാവശ്യങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും സഹോദരനുമായ മെത്രാൻ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് ബന്ധുജനമായ മാർ ബോസ്കോ മെത്രാനെയും മറ്റെല്ലാ വക്രന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിരാജ്യത്തിന് സാക്ഷികളായിത്തീരുന്ന മിശിഹായെ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളെയും ധാർമ്മികത്തിനും വ്യസ്താമാനം സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിതവേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ,
ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പ് നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വാസസ്നേഹത്തിനും വിശ്വാസവുമായ എല്ലാ പ്രാർത്ഥനകളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. വിശ്വാസക്ക് പേർ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും, സ്വർഗ്ഗത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അർദ്ധാന്തര വിശ്വാസത്തിനും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യകൂടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്ന സുരക്ഷ വീക്ഷിക്കുവേൻ. ഭയഭക്തിമാരെ പ്രദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സാർന്നതിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ടാഴ്ത്താത്തി നിശബ്ദരായി എഴുകാന്തതിനും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര
ഹൃദയ വികാര വിചാരങ്ങൾ ചരാചരകർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനാ
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ, വേദോപദേശ അധ്യാപകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടി ഇവിടെ ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി ആദര ശുശ്രൂഷ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും
അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരും അശുദ്ധരുമാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. സ്വർഗം നിന്റെ കർത്താവേ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് ആർക്കും ധ്യാനം സമീപിക്കാം. അനുവാദം അനുഷ്ഠാനത്തോടെ അവരാൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധ്യതയും താങ്ങായ ദൈവത്തോട് കൃപയും ഭാവന യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കലങ്ങളും അടിഞ്ഞ് നമ്മൾ സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുർബാന സ്വീകരിക്കുകയും ബസാമാനാൽ പൗത്രീകപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പാടും വാക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിലും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. വിജയിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സർവ്വ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം. അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധി സുന്ദര നിമിഷം. ഹൃദയത്തിൽ വന്നിന്നെ കരുണാർദ്ര സ്നേഹത്താൽ പുൽകിത്തലോടുന്ന നിമിഷം. ഹൃദയത്തിൽ വന്നിന്നെ കരുണാർദ്ര സ്നേഹത്താൽ പുൽകിത്തലോടുന്ന നിമിഷം. അറിയാതെ ചിത്തം സ്തുതിഗീതമാലപിച്ചെല്ലാം മറക്കുന്ന നിമിഷം. അറിയാതെ ചിത്തം സ്തുതിഗീതമാലപിച്ചെല്ലാം മറക്കുന്ന നിമിഷം. ദിവ്യസ്നേഹത്തിൻ നിമിഷം. ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം. അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധി സുന്ദര നിമിഷം. ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ്യ നിമിഷം. അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം. അനവധി സുന്ദര നിമിഷം. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്ത ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും നിയമരഹസ്യങ്ങളെ സമീപിച്ച് ദൈവങ്ങളെ യോഗ്യരാക്കേണ്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവിന്റെ സ്നേഹത്തെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവുമായി രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തത്വത്തിന് കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായി ജീവദായകവും ദൈവികവുമായി കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവമേ, ഞങ്ങളീ പൂജയാലേ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ, പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വീരിഞ്ഞിടട്ടെ. താതനും
പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ? നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റണമേ. വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തങ്ങളുടെ ആനന്ദവും ആശ്വാസവും പരത്തിനത്തെ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോട് കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധനായ വൈദികരെയും സന്യാസിനിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. എല്ലാവർക്കും ഇരിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്ര